ഒരു നേതാവ് എങ്ങനെയായിരിക്കണം, ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് നമുക്ക് കാണിച്ചു തന്നു. കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത നന്മകൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ച് ജനങ്ങൾ കൊടുത്തു. അതാണ് യഥാർത്ഥ ഒരു നേതാവിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. ഓരോ നേതാക്കന്മാരും ഓരോ ജനപ്രതിനിധികളും മാതൃകയാക്കേണ്ട ഒരു യുഗപുരുഷനാരെന്ന് ചോദിച്ചാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെയാണ്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത നന്മകൾ, ജനങ്ങളുടെ കൂടെ അദ്ദേഹം ജനങ്ങളിൽ ഒരാളായി വലിയ അഹംഭാവമോ അഹങ്കാരമോ നാട്യമോ ഇല്ലാതെ ജനങ്ങളുടെ കൂടെ എല്ലാ കാര്യവും അദ്ദേഹത്തിൻ്റെ എല്ലാം മാറ്റിവെച്ച് അദ്ദേഹം ചേർന്ന് നിന്നപ്പോൾ, അദ്ദേഹം മരണപ്പെട്ടപ്പോഴും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ അതേ ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് ഓർത്ത് വെക്കണം. അതുകൊണ്ട് ഓരോ ജനപ്രതിനിധികളും ഓരോ നേതാക്കന്മാരും ചിന്തിക്കുക, നാം എന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ഇപ്പം ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയാൻ എത്രയോ നല്ല കാര്യങ്ങളുണ്ട് അല്ലേ. വിനയത്വത്തിൻ്റെ വിഡ്ഢിവേഷം കെട്ടി നടക്കുന്നവർക്ക് മുന്നിൽ വിനയത്വത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു അദ്ദേഹം. മാത്രമല്ല ശത്രുക്കളെപ്പോലും പുഞ്ചിരി കൊണ്ട് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം. ഒരു നേതാവിന് വേണ്ട ഏറ്റവും നല്ല ഗുണമേതെന്ന് ചോദിച്ചാൽ അതൊരു പുഞ്ചിരിക്കുന്ന മുഖമാണ്. ഇതിപ്പോൾ ദാഠ്യമുഖത്തോടുകൂടി നടക്കുന്നവരെ ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അദ്ദേഹം എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് എല്ലാവരോടും സമീപിക്കുക. ഏത് സമയത്തും ആരും എന്ത് പരാതി കൊണ്ട് ചെന്നാലും അത് സ്വീകരിക്കാൻ കഴിയുന്ന, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് കടന്നുപോയത് കൊണ്ടാകാം അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ പിടിപെട്ടു പോയതും. നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വരവേൽപ്പ്, അദ്ദേഹത്തിന് കിട്ടിയ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ യാത്ര അയച്ച രംഗങ്ങൾ അല്ലേ. വഴിയരികിൽ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ പാതിരാത്രി 12 മണിയായിട്ട് പോലും, അല്ലെങ്കിൽ പാതിരാത്രിയിൽ ഉറക്കമൊഴിച്ചിട്ട് വെയിലാണ്, തണുപ്പാണ്, മഴയാണ്, ഒന്നിനെയും വകവെക്കാതെ അദ്ദേഹത്തിനെ ഒന്ന് കാണണം, മൃതദേഹത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് വഴിയരികിൽ ഒരുമിച്ച് കൂടിയ 10,000-ങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നത്രേ, എനിക്ക് ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം, എനിക്ക് ഏകാന്തതയെ ഭയമാണ്, എനിക്ക് ഏകാന്തത പേടിയാണ്, എനിക്ക് ജനങ്ങളോടൊപ്പം നിൽക്കണം, ജനങ്ങളോടൊപ്പം നടക്കണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു നേതാവെന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ അങ്ങനെ ജനങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് ജനങ്ങൾ തിരിച്ചും സ്നേഹിക്കുക. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ചടയമംഗലത്ത് ഞാൻ ആ സമയത്ത് ചടയമംഗലം വഴി പോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, റോഡിൻ്റെ ഇരുവശവും വല്ലാത്ത ജനത്തിരക്കാണ്. അത് പ്രായമായവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, 80 വയസ്സിന് പ്രായമായ എന്ന് നിൽക്കാൻ പോലും കഴിയാത്തവരുണ്ട്. അപ്പോൾ അത്രമേൽ പ്രായമായവരിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് മഴ പെയ്യുന്നുണ്ട്. ആ മഴയത്ത് പോലും മഴ നനഞ്ഞ് 80-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിനെ കാത്തു നിൽക്കണമെങ്കിൽ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ എത്രമാത്രം ആ നേതാവ് ഇറങ്ങിയിട്ടുണ്ടാകണം. അപ്പോൾ അങ്ങനെ വെറുതെ ഒരു നേതാവ് ഇറങ്ങാറില്ലല്ലോ, വെറുതെ ഒരിക്കലും. കാരണം എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിത് പറയുന്നത് ഓരോ നേതാക്കന്മാരും അതുപോലെ ആകാൻ ശ്രമിക്കുക. അല്ലാതെ വോട്ടും വാങ്ങിച്ചിട്ട് അന്ന് പിരിഞ്ഞു പോയിട്ട് പിന്നെ കാണുമ്പോഴൊക്കെ ദാഠ്യമുഖത്തോടുകൂടി അല്ലെങ്കിൽ പാവപ്പെട്ടവരെ പരിഗണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്നേഹം കിട്ടണമെന്നില്ല. അപ്പം നാം എങ്ങനെയാണോ ജനങ്ങളെ സ്നേഹിക്കുന്നത് അതുപോലെ ജനങ്ങൾ നമ്മളെയും സ്നേഹിക്കും. അദ്ദേഹത്തെ എല്ലാവരും ഹൃദയത്തിലേറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സൽഗുണങ്ങൾ കണ്ടിട്ടാണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ അത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല, അത് നമുക്ക് സ്വയമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓരോ നേതാക്കന്മാരും അതുപോലെ ആകാൻ ശ്രമിക്കുക. എന്നാൽ നമ്മുടെ കേരളം എത്ര മനോഹരമായി തീരുന്നതാണ്. കാരണം പലരും ഇപ്പോഴാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ പഴയ വീഡിയോകൾ കാണുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള പ്രതിനിധികൾ ഇങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.